ഹലോ ഗൈസ്, ഞങ്ങളെല്ലാവരും കൂടെ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നല്ലേ? ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ 15-ന് തുടങ്ങിയതാണ്, 21-ാം തീയതി വരെ അവിടെ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. പാലത്ത് ശിവവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ ഉത്സവം എന്നൊക്കെ പറയുന്ന ഒരു ആഘോഷം തന്നെയല്ലേ. പണ്ട് ഞങ്ങൾ 7 ദിവസവും ഈ അമ്പലത്തിൽ പരിപാടി കാണാൻ വരുമായിരുന്നു. പക്ഷെ ഇപ്പം മക്കളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വരാറില്ല. 1-2 ദിവസമൊക്കെ ഒന്ന് വന്ന് നോക്കും. പിന്നെ അതുമല്ല, ഈ അമ്പലത്തിലെ ഉത്സവത്തിന് ഞങ്ങൾക്കൊരു ചെറിയ പ്രത്യേകതയും കൂടി ഉണ്ട്. കാരണം ഞങ്ങളുടെ ലവ് സ്റ്റോറിയിൽ അത് പറഞ്ഞില്ലേ, ഞാൻ ഉണ്ണിയേട്ടനെ ഫസ്റ്റായിട്ട് ഇവിടെ നിന്നായിരുന്നു കണ്ടത്. അങ്ങനെ ചന്തയിൽ ചെന്ന സമയത്ത് അന്ന് കണ്ണാടിക്കൽ ചന്തയിൽ പോയപ്പോൾ ഈ യന്ത്രൂഞ്ഞാലും ആകാശത്തോണിയും കല്ല് കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവൻ അതിൻ്റെ ഒരു കൗതുകം മാറിയില്ല കേട്ടോ. അതിങ്ങനെ ഓരോന്ന് കാണിച്ചു തന്നിട്ട് അമ്മേ അതെന്താ ഇതെന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ താഴെ നിന്ന് നോക്കുകയെന്നല്ലാതെ എനിക്കിതിലൊന്നിലും കയറാനുള്ള ധൈര്യമില്ല. കാരണം പണ്ടെങ്ങോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ആകാശത്തോണിയിൽ കയറിയിട്ട് ഞാൻ ഫുഡ് കഴിച്ച് പാടെ കയറിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫുള്ള് ഛർദ്ദിച്ച് നാശാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പേടിയായി ഈ ആകാശത്തോണി, യന്ത്രൂഞ്ഞാൽ ഇങ്ങനത്തേലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അതിൽ നടന്ന് കളിച്ചപ്പോൾ അല്ലൂനെന്താ ഈ ചാടി കളിക്കുന്ന സാധനത്തിൽ കയറ്റി കൊടുത്തു. എൻ്റെ അമ്മയും കസിൻ ബ്രദറും കൂടെ അവർ ആകാശത്തോണിയിൽ കയറുകയെന്ന് പറഞ്ഞിട്ട് അതിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അധിക സമയം അവിടെ നിന്നില്ല. അല്ലുവിൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നു. അവനാണെങ്കിൽ ഇതിൽ കയറാൻ ഭയങ്കര പേടി. ആദ്യത്തെ 2 സ്റ്റെപ്പ് കയറി നോക്കുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ കയറാൻ അവൻ അത്ര വലിയ ധൈര്യമില്ല. അവിടുന്ന് ചാടി ഇറങ്ങിയിട്ട് എൻ്റെ അടുത്തേക്ക് എന്നെ തിരിച്ചു വരും അമ്മ മതിയെന്നും പറഞ്ഞിട്ട്. ഞാൻ പിന്നെ ഏതായാലും പൈസ കൊടുത്താലല്ലേ, അവന് മാത്രം 60 രൂപ ടിക്കറ്റിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ സമയം കളിച്ചോന്ന് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നാലും അവൻ എന്താ ഞാൻ ഉന്തി വിടുക അങ്ങോട്ടേക്ക് അല്ലു അങ്ങോട്ട് കയറി നോക്കുക പറഞ്ഞിട്ട്. പക്ഷേ ഇതേപോലെ ഇങ്ങനെ കയറുന്നുള്ളൂ, മേലോട്ടേക്ക് കയറാൻ അവനെ കൊണ്ടാവുന്നില്ല. അങ്ങനെ കുറേ സമയം ഇവിടുന്ന് കളിച്ചിട്ടോ. ഇതേ സാധനത്തിൽ ഞങ്ങൾ കണ്ണാടിക്കും ചന്തയിൽ പോയ സമയത്ത് അവനെ കൊണ്ട് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും ഇതേപോലെ തന്നെ മൊത്തം കയറുന്നൊന്നുമില്ല, വെറുതെ കുട്ടികളെ കൂടെ ഇങ്ങനെ ചാടി കളിക്കാന്നേ ഉള്ളൂ. എന്നാലും അത് കുറച്ച് രസമല്ലേ. പിന്നെ അവന് കയറാൻ പറ്റിയ സാധനം ഒരു ഹെലികോപ്റ്റർ പോലുള്ള ഒരു സാധനവും ഒരു ചെറിയൊരു ആകാശത്തോണീൻ്റെ ഒരു മിനി വേർഷനും ഉണ്ടായിന്. അത് രണ്ടിലും കയറ്റാൻ എനിക്ക് പേടിയായി. കാരണം ആകാശത്തോണീൻ്റെ ആ ഒരു മിനി വേർഷൻ ആണെങ്കിലും അത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പൊങ്ങുന്ന പോലെ എനിക്ക് തോന്നുക. അതിലും കുറച്ചുകൂടെ സേഫ് ഇതിൻ്റെ അകത്ത് ചാടി കളിക്കുന്നത് തന്നെയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ കയറ്റിയത്. എന്നാലും കുഴപ്പമില്ല, 60 രൂപ കൊടുത്തത് അവനെക്കൊണ്ട് ഞാൻ മുതലാക്കിയിരിക്കുന്നു. എന്താ കയറി പോയിട്ട് എന്നെ നോക്കുക അവിടുന്ന്. 2 സ്റ്റെപ്പ് അതേപോലെ കയറും, അതേപോലെ തിരിച്ചിങ്ങോട്ടേക്ക് ഇറങ്ങുകയും ചെയ്യും. അത്രേ ഓനെ കൊണ്ടാവുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം അതിലെ നടന്നു. അല്ലോണ് ഇതേപോലത്തെ ബലൂണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് അത് വാങ്ങാൻ മറന്നുപോയി കേട്ടോ. ഞങ്ങൾ വേറെ എന്തോ ഇതിൽ നടന്നു വന്ന്. പിന്നെ അവിടെ ചെന്നിട്ട് ഫുഡ് അടിയാണല്ലോ മെയിൻ. എവിടെ പോയാലും നമ്മൾ ഫുഡ് അടിയാണല്ലോ. അല്ലുവിന് ഈ പൊട്ടറ്റോ സ്പ്രിങ് റോള് വേണമെന്നും പറഞ്ഞ് ബാക്കി ഞങ്ങൾ മറ്റേ അതില്ലേ മുളക് ബജ്ജി അത് ഓർഡർ ചെയ്തു കേട്ടോ. അതിന് ഏകദേശം ഒരു അരമണിക്കൂർ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നുണ്ട്. പറയുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും അവർ ഉണ്ടാക്കണ്ടേ, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുൽക്കി സർബത്ത് വാങ്ങി. അത് ദച്ചുമ്മക്ക് ഇത്തിരി ഒന്ന് ടേസ്റ്റ് വെക്കാൻ കൊടുത്തിട്ടേ ഉള്ളൂ. പാവല്ലേ ഞങ്ങൾ കുടിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ നോക്കുക. അങ്ങനെ തെച്ചുമ്മക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആകെ 2 സിപ്പ് മാത്രമേ കൊടുത്തുള്ളൂ, അത് കൂടുതൽ കൊടുത്തിട്ടേ ഇല്ല. അവൾക്ക് കൊടുക്കുന്ന കണ്ടപ്പോൾ അല്ലുവിനും വേണമെന്നും പറഞ്ഞു. അവനും സെയിം അതേപോലെ തന്നെ ഐസ് ഇട്ടതുകൊണ്ട് കൂടുതൽ കൊടുത്തിട്ടേ ഇല്ല. ഐസ്ക്രീം ഒന്നും വാങ്ങിക്കൊടുത്തില്ല. എന്താ വെച്ചാൽ ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഒന്നാമത് ചൂടല്ലേ, പെട്ടെന്ന് ചൂടിലേക്ക് ആ ഒരു തണുപ്പതായി ഇനി ജലദോഷം തൊണ്ടവേദനയൊന്നും വരണ്ട വിചാരിച്ചിട്ടാണ്. അങ്ങനെ അവൻ്റെ പൊട്ടറ്റോ സ്പ്രിങ് റോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവനിത് മര്യാദയ്ക്ക് കഴിക്കാനൊന്നും അറിയില്ല, എന്നാലും ഒരു സന്തോഷത്തിന് ഞങ്ങൾ വാങ്ങിക്കൊടുത്തതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബേബി, സീ യു.